ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ധ്രുവിക ധ്രുവിൻ കുട്ടീസ്. ഈ കർക്കിടക മാസത്തിൽ 10 ഇല കഴിക്കണം അങ്ങനെ എന്തൊക്കെ നമ്മളെ പണ്ടുള്ളവർ പറയും. പണ്ടുള്ളവരെന്നല്ല ഇപ്പോഴുള്ളവരും പറയാറുണ്ട്. അങ്ങനെ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും കഴിക്കേണ്ട ഒന്നാണ് ഈ താള് കറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വേറെ ഒന്നുമല്ല, ചക്കക്കുരുവും താളും കറിയാണ്. കർക്കിടക മാസത്തിൽ ഈ താള് വർഗത്തിൽപ്പെട്ടതും അതേപോലെ തന്നെ ഇലവർഗ്ഗങ്ങളിൽ പെട്ടത്, പിന്നെ മുതിര, അങ്ങനെയുള്ളതൊക്കെ കഴിക്കണമെന്ന് നമ്മൾ പഠനം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ശരീരമൊക്കെ ഇളം വെച്ചിരിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ ഇലവർഗ്ഗങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ജലദോഷമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചക്ക നമ്മൾ പറിച്ച് പുഴുങ്ങിയ സമയത്ത് നമ്മൾ ഇവിടുന്ന് ചക്കക്കുരു എടുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ കവറിലൊക്കെ കെട്ടിയിട്ട് ഒരുപാട് നാൾ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഈ കുരു ഒന്നും ആവാതെ നിൽക്കും. അങ്ങനെ ഇത് കുറേ ദിവസമായിട്ടുള്ളൊരു ചക്കക്കുരുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് എടുത്തത്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളറുള്ള ഈ സാധനം ശരിക്കും പറഞ്ഞാൽ അത് പോക്കരുത് എന്നാണ്. പക്ഷേ അതെനിക്ക് പോക്കിയിട്ടുള്ളൊരു സംതൃപ്തി കുറവ്. അതുകൊണ്ടാണ് ഞാനിത് ചിരണ്ടി മാക്സിമം പോക്കുന്നത്. പക്ഷേ ഇത് പോക്കാതെ തന്നെ ഇടാം. അങ്ങനെ ഇതാ ഞാൻ ചക്കക്കുരു എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ലോണം വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് നല്ലോണം വൃത്തിയായി കഴുകി നമ്മൾ കുക്കറിലിട്ടിട്ട് വെക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ അത് കഴുകി നല്ല വൃത്തിയാക്കി കുക്കറിലിട്ടു. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചക്കക്കുരു ഒന്ന് വിസിലടിക്കാൻ വെക്കാം. ജസ്റ്റ് ഒരു 2 വിസിൽ മതിയാവും. ചക്കക്കുരു ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നതായിരിക്കും. അത് അത്രയും ചക്കക്കുരുവിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. ചക്കക്കുരു ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് താള് പോയി പറിച്ചിട്ട് വരാം. ഇത് നമ്മളുടെ വീടിൻ്റെ തൊടിയിൽ തന്നെ ഉള്ള താളാണ്. ഇവിടെ ഇഷ്ടം പോലെ കണ്ടില്ലേ, ഇത് ഇഷ്ടം പോലെ താളുണ്ട്. സാധാരണ ഞങ്ങളൊക്കെ വയലിൽ പോയിട്ടാണ് പറിച്ചിട്ട് വരിക. ഇതിൽ 2 സൈസ് ഉണ്ട്. ഒന്ന് കരിന്താളെന്നും പറയും, വെള്ളത്താളെന്നും അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല. അങ്ങനെ ഇത് കരിന്താളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ഞാൻ ഓരോ താളിന് ചെറിയ ഇളം തല നോക്കിയിട്ട് ഞാൻ മുറിക്കുന്നുള്ളൂ. അത് എനിക്കറിയില്ല ഇത് ചൊറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാവുമോ എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഇളം തണ്ട് നോക്കിയിട്ട്, മൂത്ത തണ്ടൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇളം തണ്ട് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ നല്ല താളുകളൊക്കെ നോക്കി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളെപ്പോഴും വീട്ടിൽ ഇവിടെ അച്ചമ്മയൊക്കെയാണ് സാധാരണ താളുകറിയൊക്കെ ഉണ്ടാക്കുക. എൻ്റെ അച്ചമ്മ വെക്കുന്ന താളുകറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ താളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് അധികം മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇലയൊന്നും ഇതിൻ്റെ എടുക്കുന്നില്ല. ചെറിയൊരു തളിരില പോലത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് ഇലയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇലയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഞാൻ പിന്നെ മുറിച്ചിടാൻ തുടങ്ങി. താളിൻ്റെ ഇങ്ങനെ ഒരു നാര് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ ചീന്തി എടുത്താൽ നാരങ്ങ് കിട്ടും. പിന്നെ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ അതെങ്ങനെയാണെങ്കിലും നമ്മൾ അടുപ്പത്തിട്ടിട്ട് ഒരു വിസിൽ വെക്കുമ്പോൾ തന്നെ ലാവി കയറുമ്പോൾ തന്നെ അത് വാടി പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് താളെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കറി വെച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിതെല്ലാം കൂടി റൗണ്ടിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ താളെടുത്തതിൻ്റെ ഉള്ളിൽ കണ്ടോ തളിര്, എനിക്ക് അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പച്ച കളറിൽ എനിക്ക് അതേപോലെ തളിര് ഇലയാണെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് കിടക്കും. അതിങ്ങനെ മുറിച്ചിടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മൂസും കുഞ്ഞൂസും രണ്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരാണെങ്കിൽ എനിക്കൊരു സ്വൈര്യം തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ താളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കയ്യിലൊക്കെ ആകുമ്പോൾ കൈയൊക്കെ ചൊറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്നാലും കൂടി ചെറിയ കുറുമ്പുള്ള ടീംസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് താളം എടുക്കാനും വാരാനും എന്താ പറയുക, അത് ഇടയ്ക്കൊന്ന് കടിച്ചു നോക്കാനൊക്കെ ഉള്ളൊരു ആകാംക്ഷ കാരണം ചെറുത് എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ലായിരുന്നു. അവൾ വന്നു നോക്കിയെടുത്തു. അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവളുടെ കടിച്ച സമയത്ത് അവളുടെ വായിൽ ചെറിയൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു വായും കാണിച്ചുകൊണ്ട്. മക്കളെ കരയിക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല. അതുപോലെ ആയിരിക്കും നിങ്ങളും അല്ലേ?
അങ്ങനെ താള് മുറിച്ചിടലൊക്കെ അങ്ങനെ തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയ താളായിരുന്നേ. എന്ന് വെച്ചാൽ കുറച്ചും ഒരു മൂത്ത പോലെയുണ്ട്. അപ്പം നമ്മളാദ്യം മുറിച്ചെടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു മഞ്ഞ പോലെയുണ്ട്. അതൊക്കെ ഞാൻ ക്ലീനാക്കി കളയുന്നുണ്ട്. നല്ലോണം നോക്കി അങ്ങനെ ചുരുണ്ട് കിടക്കുന്നിടത്ത് വല്ല അഴുക്കോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇഴജീവികളോ കുഞ്ഞു ജീവികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് മുറിച്ചിടുക. അങ്ങനെയൊക്കെ ഞാൻ നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടൊക്കെ തന്നെയാണ് മുറിച്ചിടുന്നതും. എൻ്റെ അച്ഛമ്മ, അതായത് അച്ഛൻ്റെ അമ്മ, കർക്കിടക മാസം ആയിട്ടുണ്ടെങ്കിൽ താള് മുറിച്ചുകൊണ്ട് വരും. താള് മാത്രമായിട്ട് നമ്മളിപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്. താള് മാത്രമായിട്ട് അച്ഛമ്മ വെക്കാറുണ്ട്. നല്ല വെളുത്തുള്ളിയെല്ലാം വറവിട്ടിട്ട് അതൊരു ഒന്നൊന്നര കറി തന്നെയായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനിതൊന്നും കഴിക്കാറന്നില്ലായിരുന്നു. പിന്നെ വലുതായ സമയത്ത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ നമ്മൾ താളം ഒന്നും കൂടെ കഴുകി കുക്കറിലിടുകയാണ്. ഇത് ചക്കക്കുരുവൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചക്കക്കുരു ഇപ്പോൾ ഉടച്ചിട്ടില്ല. അതായത് ഉടയ്ക്കണമെങ്കിൽ ഉടച്ച് വെക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ താള് കഴുകി അതിലേക്ക് ഇടുന്നേ ഉള്ളൂ. അങ്ങനെ താളെല്ലാം കൂടി മുറിച്ചിട്ട് കഴിഞ്ഞ് നല്ല വൃത്തിക്ക് ഒന്നും കൂടി കഴുകി വെള്ളത്തിലേക്കിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കറ ഉണ്ടാവും, ഒരു കറുത്ത കളർ പോലെ ഉണ്ടാവും. അങ്ങനെ അച്ചമ്മ വെക്കുന്ന കറി എപ്പോഴും കറുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയും ഇതെന്താണിത്, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ട് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെയൊക്കെ വില പിന്നീടാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ചുകൂടെ മുതിർന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ വിലയും ഇതൊക്കെ മനസ്സിലായത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി, അധികം ഇടണ്ട, മഞ്ഞൾപ്പൊടി ഞാൻ മുളക് ചീന്തിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ മുളകും കൂടി ചീന്തിയിട്ട് നമുക്ക് ഒരൊറ്റ വിസിൽ ആവി കയറ്റിയെടുക്കുക. അധികമൊന്നും വേണ്ട, ഒരൊറ്റ വിസിൽ മാത്രം മതി. അങ്ങനെ ഒരു വിസിൽ ആവിയും കയറ്റി കണ്ടില്ലേ താള് മുറിച്ചിട്ട് എൻ്റെ കയ്യിൻ്റെ ഫലമാണ് ഈ കറുത്ത് കിടക്കുന്നത്. ഇതാണ് താളിൻ്റെ കറ എന്ന് പറയുന്നത്. അത് കുറച്ച് നേരത്തേക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടില്ലേ കൈ നിറച്ചും കറയൊക്കെ ആയി ഒരൊറ്റ വിസിലടിച്ചു. നമ്മളെ താളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. താളൊക്കെ നല്ല വെന്ത് അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി ഇളക്കി എല്ലാം കൂടി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് യോജിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയെല്ലാം മുറിച്ചിട്ട് കടുകെല്ലാം പൊട്ടിച്ച് നല്ല വറവിടണം. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. വറവൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ചക്കക്കുരുവൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ നല്ല ചക്കക്കുരുവൊക്കെ ആയി. താളൊക്കെ നല്ല വെന്തലിഞ്ഞ് പോയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇതിൽ പിഴിപുളി ആണ് സാധാരണ ഒഴിക്കുന്നത്. വാളംപുളി എന്നൊക്കെ പറയുന്ന പുളിയാണ് സാധാരണ ഇതിൽ അച്ചമ്മ ഒഴിക്കുന്നത് കണ്ടിട്ടുള്ളതും അച്ചമ്മ പറഞ്ഞു തന്നതും. പക്ഷേ അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 3 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇത് നമുക്ക് ചൊറിയാതിരിക്കാനൊക്കെ പറയും. ഒരു 3 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പുളിയും കൂടി ഇട്ട് നല്ല തിളച്ചാൽ പുളിയെല്ലാം കൂടി അതിലേക്ക് ചക്കക്കുരുവിലും താളിലെല്ലാം കൂടി പിടിച്ച് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ താള് കറി റെഡി.